ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ വയ്ക്കണം. ദോശ എങ്ങനെ ചുടുന്നതെന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശമാവ് ഒഴിക്കാം. എന്നിട്ട് പതുക്കെ സ്ലോയിൽ അത് പരത്തുക. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുകയാണെങ്കിൽ മുകൾ ഭാഗമൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും. അല്ലാതെങ്കിൽ ഇങ്ങനെ ഓപ്പണായിട്ട് ഇട്ടിരുന്നാലും മതി. ഞാനിന്ന് അടച്ചു വെക്കുന്നുണ്ട്. എനിക്കിത് നല്ലതായിട്ട് വേകണമെന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു ഇതിലേക്ക് വേണമെങ്കിൽ സ്വല്പം നെയ്യ് വരട്ടാം, നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഗീ റോസ്റ്റ് ആവും. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഭാഗമൊക്കെ ഒന്ന് നല്ലതായിട്ട് വേകാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഇതെടുത്ത് കളയണം, നമ്മൾ ചിരണ്ടി കളയണം ഈ കട്ടിയുള്ളത്. അപ്പോൾ അത് മാവ് വേസ്റ്റാവും. ഒന്ന് ചൂടാവട്ടെ, നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ സ്പ്രെഡ് ചെയ്യാം. ഉണ്ടോ, നെയ്യ് ഉരുകി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് വേണമെന്ന് ഇങ്ങനെ ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയ്യ് പറ്റാത്ത സ്ഥലത്തൊക്കെ ഇത് എത്തും. ഉണ്ടോ, ഇനി ഇതൊന്ന് മൊരിയാൻ കാത്തിരിക്കുക. അങ്ങനെ മൊരിയുന്ന സമയത്ത് ഇവിടെ കളറ് വ്യത്യാസം ഉണ്ടാകും. കളറ് മാറി വരുന്ന കാണാമല്ലോ അല്ലേ. തീ ഒത്തിരി അങ്ങ് കൂട്ടിയിടരുത് കേട്ടോ. മീഡിയത്തിനേക്കാളും താഴെ വെക്കുക. അന്നേരം പതുക്കെ ദോശ വെന്ത് വരും. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ബ്രൗൺ കളർ ആവുമെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, നല്ലതായിട്ട് വേഗത്ത് വരും. നല്ലതായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ദോശ, അല്ലെങ്കിൽ ഞാനിവിടെ ഇതൊന്ന് മറിച്ചും കൂടി ഇടുക. കാര്യം എനിക്ക് ഈ സൈഡ് ഒന്ന് മുരിക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇത് ഇളക്കുക. എന്താ നല്ലതായിട്ട് ഇളകി വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇളകിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് മടക്കിയെടുത്താൽ മതി. പക്ഷേ ഇത് ഞാനൊന്ന് തിരിച്ചിടുന്നുണ്ട്. ആ സൈഡും കൂടെ ഒന്ന് മൊരിയട്ടെ, ഡബിൾ മൊരിയൽ. കാര്യം ഈ അസിഡിറ്റിയുടെയൊക്കെ പ്രോബ്ലം ഉണ്ട്. അപ്പം നമുക്ക് അതിനൊന്ന് കുറയ്ക്കാം. പൂർണ്ണമായിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നത് അസിഡിറ്റി കൂട്ടത്തേ ഉള്ളൂ. അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളവർ ദോശ ഇഡ്ഡലിയും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. ദോശയൊക്കെ കാണുമ്പം കഴിക്കാൻ തോന്നും. അപ്പം അതിൻ്റെ അളവ്, ഈ അസിഡിറ്റി ഉണ്ടാകുന്നതിൻ്റെ പോസിബിലിറ്റീസിനെ കുറയ്ക്കുക. അതിനു വേണ്ടിയാണ് നമ്മൾ മാക്സിമം ഇതിനെ കുക്ക് ചെയ്യുന്നത്. നമുക്ക് ഇത് തിരിച്ചിടാം. ഇവിടെ ചെറുതായിട്ട് ഇത് ക്രിസ്പിനെസ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് മടക്കി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് മസാല ദോശ ഉണ്ടാക്കണമെങ്കിൽ മസാല വെക്കുക. ഇതിപ്പം ഗീ റോസ്റ്റാണ്. ഇങ്ങനെയാണ് ദോശ ഉണ്ടാക്കേണ്ടത്.